പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം ധ്യാനിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യമാണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒന്നോടെ വചനം നമുക്ക് വായിക്കാം. അതായത് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നാണ് വചനം പറയുന്നത്. അതായത് പ്രിയമുള്ളവരെ, പാപം എന്നത് വെറും സജീവമായ തെറ്റ് ചെയ്യുന്നു മാത്രമല്ല, ഒരു പാപം എന്ന് പറയുന്നത് തെറ്റെന്ന് മാത്രമല്ല, നന്മ ചെയ്യണമെന്ന് അറിയാം എന്നാലും അത് ചെയ്യാതിരിക്കുന്ന കൂടി ഇതും പാവമാണ്. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്ന പാവമാണെന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ദിവസം ആർക്കൊക്കെ നന്മ ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയോടുകൂടി തമ്പുരാൻ നമുക്കൊരുക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ചെയ്യാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ചില പ്രത്യേകത കൊണ്ട് ചെയ്യാൻ തോന്നില്ലായിരിക്കാം. അങ്ങനെ ചില പ്രത്യേകതകളോ ചില ബന്ധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള വ്യക്തികളോ എന്തുമായിക്കൊള്ളട്ടെ, അത് നമുക്ക് മറികടക്കണം. അതിന് തടസ്സമായി നമുക്ക് ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയോട് പറയാം, എൻ്റെ മടിയും അലസതയും ഒക്കെ മാറ്റിക്കൊണ്ട് ആത്മാവ് ജ്വലിച്ചുകൊണ്ട് നന്മ ചെയ്യുവാൻ, പ്രത്യേകിച്ച് നീ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നന്മ ചെയ്ത് കടന്നുപോയ കർത്താവ് നമുക്കും നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ സദാശിവം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.